അപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു ലക്ഷണങ്ങൾ ഇല്ലാതെയും കിഡ്നി രോഗം വരാമെന്നത്. അപ്പോൾ ഈ ഒരു രോഗത്തിൻ്റെ ലക്ഷണങ്ങളെ പറ്റി ഒന്ന് പറയാമോ? കിഡ്നി രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മളതിനെ ഞാൻ സാധാരണ അതിനെ രണ്ട് ഗ്രൂപ്പായിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏർലി കിഡ്നി ഡിസീസ് എന്ന് വെച്ചാൽ ആദ്യ ലക്ഷണങ്ങൾ വളരെ ലഘുവായ മിനിമം സിംറ്റംസ് മാത്രമേ കാണത്തുള്ളൂ. വളരെ ശ്രദ്ധയോടെ നോക്കിയാൽ മാത്രമേ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഇത് പ്രത്യേകിച്ചും പ്രമേഹം ഒരു 3-4 വർഷമായിട്ടുള്ളവർക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അങ്ങനെ വരുമ്പം നമ്മൾ കണ്ടുവരുന്നത് മൂത്രത്തിൽ അമിതമായി പത പോവുകയും അതേപോലെ ഷുഗറിൻ്റെ അളവ് ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് കുറഞ്ഞു പോകുന്ന അവസ്ഥയിൽ കൂടെ പോകുന്ന പ്രമേഹ രോഗികൾ കിഡ്നി രോഗത്തെക്കുറിച്ച് സംശയിക്കേണ്ടതാണ്. കിഡ്നി രോഗത്തിന് ടെസ്റ്റുകളൊന്ന് ചെയ്ത് നോക്കേണ്ടതാണ്. ഒരു നെഫ്രോളജിസ്റ്റിനെ കാണേണ്ടതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ രാത്രി സമയങ്ങളിൽ അമിത മൂത്രാശങ്ക. സാധാരണ ഒരാൾ രാത്രിയിൽ 1 തവണയോ മാക്സിമം 2 തവണ വരെ മൂത്രമൊഴിക്കാൻ ഉറക്കത്തിനിടെ പോയി മൂത്രമൊഴിക്കേണ്ട ആവശ്യം വരത്തുള്ളൂ. എന്നാൽ 3, 4, 5 തവണ പല തവണ എഴുന്നേറ്റ് മൂത്രമൊഴിക്കേണ്ടി വരിക ഒരു കിഡ്നി രോഗത്തിൻ്റെ ആദ്യ ലക്ഷണങ്ങളിൽ പെടും. അതേപോലെ ക്ഷീണം, പിന്നെ യാത്രയ്ക്ക് ശേഷം കാലുകളിൽ കണ്ടുവരുന്ന നീര്, പലപ്പോഴും നമ്മളത് കൂടുതൽ ശ്രദ്ധ കൊടുക്കാറില്ല. പക്ഷേ പ്രമേഹ രോഗികളിൽ അങ്ങനെ ആദ്യമായിട്ട് കണ്ടുവരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു കിഡ്നിയുടെ ടെസ്റ്റുകൾ, ബ്ലഡ് ടെസ്റ്റും യൂറിൻ്റെ ടെസ്റ്റുകളും ചെയ്ത് നോക്കിയാലേ നമുക്ക് കിഡ്നി രോഗം സ്ഥിരീകരിക്കാൻ പറ്റത്തുള്ളൂ. ഇതാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷണങ്ങൾ. കിഡ്നി രോഗം കൂടുതൽ പുരോഗമിച്ച് കഴിയുമ്പം നമുക്ക് കൂടുതൽ അഡ്വാൻസ്ഡ് കിഡ്നി ഡിസീസിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് നമ്മൾ കേട്ടറിവുണ്ട്. മൂത്രത്തിൻ്റെ അളവ് കുറയുക, കൈകാലുകളിലും മുഖത്തും നല്ല നീരുണ്ടാകുക, ശ്വാസം മുട്ടുക, അതേപോലെ ബ്ലഡ് പ്രഷർ വളരെ കൂടുകയും അതിനാലുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുക, വിളർച്ച അല്ലെങ്കിൽ രക്തക്കുറവ് ഉണ്ടാകുക, പിന്നെ നമ്മുടെ എല്ലുകൾക്കെല്ലാം ബലക്ഷയം, ക്ഷീണം, ഛർദിൽ, ആഹാരത്തോട് താല്പര്യക്കുറവ്, ഇതൊക്കെയാണ് അഡ്വാൻസ് സ്റ്റേജസ് ഓഫ് കിഡ്നി ഡിസീസിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. നമ്മൾ ഉപ്പ് ഉപയോഗിക്കുന്നതിനെ പറ്റി പറഞ്ഞു. അപ്പോൾ വ്യത്യസ്തമായ ഭക്ഷണ രീതികളും ഇതുപോലെ തന്നെ വൃക്കരോഗത്തെ അല്ലെങ്കിൽ വൃക്കകളെ മോശമായി ബാധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മദ്യപാനവും വൃക്കരോഗവുമായി ഒരുപാട് ബന്ധമുണ്ടാവില്ലേ? ഭക്ഷണ രീതികളുടെ കാര്യം പറയുവാണെങ്കിൽ നമ്മൾ ആദ്യം വേണ്ടത് നമ്മുടെ ഓരോ സ്റ്റേജുകളിൽ നമ്മൾ വെള്ളത്തിൻ്റെ അളവ് അത് അത്യാവശ്യമാണ്. കിഡ്നി രോഗം ഇല്ലാത്തവരും കിഡ്നിക്ക് രോഗത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏർലി സ്റ്റേജസിലാണെങ്കിൽ നമുക്ക് വെള്ളം നന്നായിട്ട് കുടിക്കുന്നത്, ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കിഡ്നി വൃക്കുകൾക്ക് നല്ലതാണ്. എന്നാൽ രോഗത്തിൻ്റെ സ്റ്റേജ് കൂടുന്നതനുസരിച്ച് നെഫ്രോളജിസ്റ്റ് നിർദ്ദേശിക്കുന്നതനുസരിച്ച് നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കേണ്ടി വരും. അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ രോഗത്തിൻ്റെ സ്റ്റേജ് അനുസരിച്ചാണ് നമ്മൾ അത് തീരുമാനിക്കുന്നത്. രണ്ടാമത് കിഡ്നി ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷനുള്ളത് ഈ പ്രോട്ടീൻ ഇൻടേക്കിനെ കുറിച്ചാണ്. നമ്മൾ ഇന്നത്തെ കാലത്ത് കാണാറുണ്ട് എല്ലാവരും ഹൈ പ്രോട്ടീൻ ഡയറ്റ്, വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി, വണ്ണം കുറയ്ക്കാൻ, അമിതവണ്ണം, പൊണ്ണത്തടി കുറയ്ക്കാൻ വേണ്ടി ഹൈ പ്രോട്ടീൻ ഡയറ്റ് എടുക്കുന്നത്. ഹൈ പ്രോട്ടീൻ ഡയറ്റ് കിഡ്നി രോഗികൾക്ക് തീർച്ചയായിട്ടും അഡ്വൈസബിൾ അല്ല. ഹൈ പ്രോട്ടീൻ എന്നാൽ ഏത് പ്രോട്ടീൻ കഴിക്കണം? നമ്മൾ പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻസ് നമുക്ക് നല്ല രീതിയിൽ കഴിക്കാം. എന്നാൽ മീറ്റ് പോലത്തെ ആനിമൽ പ്രോട്ടീൻസാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ മൂന്നാമത്തെ കാര്യം ഉപ്പാണ്. നമ്മുടെ ആഹാരത്തിൽ ചേരുന്ന ഉപ്പിൻ്റെ അളവ് നമ്മുടെ ബ്ലഡ് പ്രഷറിനെ വളരെയേറെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കാൻ നമ്മൾ ഉപ്പ് കൂടിയ ആഹാരങ്ങൾ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മൾ കണ്ടുവരുന്ന ഈ സോസ്, മയോണൈസ്, ചീസ് ഉൾപ്പെടുത്തുള്ള ഫുഡ്സ്, ഫാസ്റ്റ് ഫുഡ്സ്, ഫ്രൈഡ് ഫുഡ്സ്, പിന്നെ നമ്മുടെ സ്നാക്സ്, ഇതിൻ്റെ അകത്തെല്ലാമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപ്പ് കണ്ടുവരുന്നത്. അതേപോലെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അകത്തും പലപ്പോഴും ഉപ്പിൻ്റെ അളവ് വളരെ ഏറെയായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉപ്പ് കൂടിയ ആഹാരങ്ങൾ നമ്മൾ ഒഴിവാക്കുക. നമ്മൾ കൂടുതലും ഓർഗാനിക് അല്ലെങ്കിൽ ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അളവിൽ കഴിക്കാൻ ശ്രദ്ധിക്കുക.